നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ എടുക്കാം ഇന്നത്തെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം അവരുടെ ലൈഫിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് കിട്ടുന്ന കർമ്മ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം, വിട്ടുപോയിട്ടുണ്ടാവാം, എൻഡായിട്ടുണ്ടാവാം, നോ കോണ്ടാക്ട്, എന്ത് തന്നെ ആവാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച് അവർ പോയി എന്ന് പറയാം. ഓക്കെ, നിങ്ങളോട് സ്നേഹം കാണിച്ചു, അടുത്തു, പക്ഷെ അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാക്കി തേർഡ് പാർട്ടിയിലേക്ക് പോയി, അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി. ഓക്കെ, എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന കർമ്മ എന്താണെന്ന് നോക്കാം. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ്, okay. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി കുറേ നെഗറ്റീവ് കാർഡ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർ ഒറ്റപ്പെട്ടു പോയ പോലെ ഉണ്ട്, തനിച്ചായ പോലെ. ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കാം നമുക്കിവിടെ. നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയ ഒരു പേഴ്സൺ ആയിരുന്നു. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വളരെ കമ്മിറ്റഡ് ആയിരുന്നു. നിങ്ങളുടെ ഒരു മെച്യൂരിറ്റിയോടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ വളരെ മെച്യൂർഡായിട്ട് ഈ റിലേഷൻഷിപ്പിൽ എല്ലാം വേണ്ടതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ശരിക്കും സ്നേഹമായാലും കമ്മിറ്റഡ് ആയാലും എല്ലാം നിങ്ങൾ വളരെയധികം കമ്മിറ്റഡ് ആയിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ബട്ട് നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം കമ്മിറ്റഡ് ആയിരുന്നില്ല. ഓക്കെ, ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി എന്ന എനർജി കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി മാത്രമല്ല, ചീറ്റിംഗ് എനർജി ഉണ്ട്, ഹൈഡിങ് എനർജി ഉണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കാം. ഓക്കെ എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, അവർ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും നടന്നിട്ടില്ല. ഓക്കെ, അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാം. ആൻഡ് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർ ഒറ്റപ്പെട്ട പോലെ എന്ന രീതിക്ക്. ഓക്കെ, അവർ ഒറ്റപ്പെട്ടു പോയ പോലെയാണ് ഇരിക്കുന്നത്. ആൻഡ് എവിടേക്കോ അവർ ചില ആഗ്രഹങ്ങൾ അവർക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു, ചില കാര്യങ്ങൾ അവർ വിചാരിച്ചു നടക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. ഓക്കെ, അതവർ ഐ തിങ്ക് ഇവിടെ 9 ഓഫ് സോർഡ്സും അത് കഴിഞ്ഞ് 10 ഓഫ് സോർഡ്സും ഉണ്ട്. സോ അവർക്ക് നടക്കുമെന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ പോലും നടന്നിട്ടില്ല. ഓക്കെ, അതിൻ്റെ അവർ വിഷമം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ അത് അവരെ ആരും ആവാം, അവരുടെ ലൈഫിൽ ഏത് വ്യക്തിയും ആവാം. അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തി ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും ഫാമിലിയിലായാലും ഒക്കെ ഒരു എനർജി ഉണ്ട്. അവരെ വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി, മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം. ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടും എടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ എടുക്കാം. അവിടെ ആരെങ്കിലും അവരെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോടും അവർ വളരെയധികം കോൺഫ്ലിക്റ്റിലായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, ശരിക്കും അവർ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്ന രീതിയിലും പറയാം. ഓക്കെ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെടുത്തുക. ഓക്കെ, എന്തെങ്കിലും അവരുടെ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊന്നും വില കൊടുക്കാത്ത ഒരു വ്യക്തി, ഒരു പേഴ്സൺ എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് ഇവിടെ ആൻഡ് വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത്, അവർ ആഗ്രഹിച്ചത് എന്തൊക്കെയോ അവർക്ക് നടന്നിട്ടുമില്ല. ഓക്കെ, അവരിപ്പോൾ വേറെ തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് അവിടെ വളരെ ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിച്ച് പോയതാണെങ്കിൽ അവിടുന്ന് അവർക്കൊരു സന്തോഷവും കിട്ടിയിട്ടില്ല. അവിടെ സ്ട്രെസ്സാണ് കിട്ടിയിട്ടുള്ളത്, സ്ലീപ്ലെസ് നൈറ്റ്സ് എന്നൊക്കെ പറയാം, ഉറക്കമില്ലായ്മ, 10 ഓഫ് സോർഡ്സ്, വേദനകൾ. ഓക്കെ, വിഷമങ്ങൾ, സ്ട്രെസ്, വേദന, ബാക്ക് സ്റ്റാബിങ്. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സണിനെ തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെയും നടന്നിട്ടുണ്ടാവും. ഓക്കെ, ചിലവർക്ക് അങ്ങനെയും പറയാം. ഓക്കെ, തേർഡ് പാർട്ടി ഒരു ചീറ്റിംഗ് എനർജി ഉള്ള വ്യക്തിയായിരിക്കാം, അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചില ചീറ്റിംഗ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം.
അതായത് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയത് മേ ബി ഒരു ആഗ്രഹം എന്താ അവർ വളരെ നല്ലൊരു കാര്യമാണെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും അവർക്ക് ചീറ്റിംഗ് അനുഭവം നിങ്ങളുടെ പേഴ്സണിന് ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ആൻഡ് ഇവിടെ മൂവിങ് ഓൺ എന്ന് പറയാം. ഇത് ആക്ച്വലി മൂവിങ് ഓൺ എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ചെയ്ത് പോയി, കാരണം അവർ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയി എന്ന് തന്നെ പറയാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രോമിസ് ഒക്കെ തന്നിട്ടുണ്ടാവാം, വാഗ്ദാനം തന്നിട്ടുണ്ടാവാം, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടാവാം. ബട്ട് അവർ മൂവ് ഓൺ ചെയ്ത് അവർ വേറെ വ്യക്തിയിലേക്ക്, വേറെ തേർഡ് പാർട്ടിയിലേക്ക് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇവിടെ ചിലവർക്ക് ഒരു മാരേജ് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ വേറൊരു വ്യക്തിയെ മാരേജ് ചെയ്യാനടക്കം പോയിട്ടുണ്ടാവാം എന്ന് തോന്നുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വന്നു എന്ന് തോന്നുന്നുണ്ട്. ചിലവർക്ക് മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ചോദിക്കുന്ന പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, ബട്ട് അത് നിങ്ങളെ ചീറ്റ് ചെയ്ത് അവർ പോയി വേറെ വ്യക്തി അവർ വിവാഹം ചെയ്തിട്ടുണ്ടാവും ചിലവർക്ക്. ഓക്കെ, അല്ലെങ്കിൽ വിവാഹം നടക്കാൻ പോകുന്നു എന്ന് പറയാം ചിലവർക്ക്. ആ തരത്തിലുള്ള ഒരു കാര്യം അവരുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം എന്ന് കാണുന്നുണ്ട്. ബട്ട് അവിടെ അത് നല്ലൊരു എനർജി അല്ല. ചിലപ്പോൾ ഓൾറെഡി അവർ മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും ചില കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നത്. ഓക്കെ, ദറ്റ് അവരവിടെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വിവാഹം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആ പേഴ്സൺ അവരുടെ ലൈഫിൽ വന്ന വ്യക്തി ഓക്കെ അവരെ വളരെയധികം കൺട്രോളിങ് ആ രീതിക്കൊക്കെ ആയിരിക്കും അവരത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു ഹൈ പ്രിസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ അഗെയിൻ ഇത് രണ്ടും ഹൈഡിങ്, ചീറ്റിംഗ്, തേർഡ് പാർട്ടി അങ്ങനത്തെ എനർജീസ് ആണ്. എന്ന് മാത്രമല്ല ഇത് നമ്മൾ ഒരു ബ്ലാക്ക് മാജിക് എനർജി എന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ഒരു ബ്ലാക്ക് മാജിക്കിൽ പെട്ടു എന്ന രീതിക്കും പറയാം. ഓക്കെ, അങ്ങനെയും ആയിരിക്കാം അവർ അട്രാക്ട് ചെയ്തെടുത്തതായിരിക്കും, തേർഡ് പാർട്ടി അവരെ അങ്ങോട്ട് അട്രാക്ട് ചെയ്തെടുത്തതായിരിക്കാം. ഓക്കെ, ആ രീതിക്കും പറയാം. സോ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും വളരെയധികം ചില വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന രീതിയിലാണ്. തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നായാലും തേർഡ് പാർട്ടിയെ വരെ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഒരു ചീറ്റിംഗ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ വേറെ മാരേജ് ചെയ്ത് പോയിട്ടുണ്ട്, ബട്ട് അവിടെ സന്തോഷമൊന്നും അല്ല ഒട്ടും. ഓക്കെ, അല്ലെങ്കിൽ അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിലും ശരി, അവർ കയ്യിൽ സന്തോഷമല്ല എന്ന രീതി പറയാം. ഓക്കെ, ചീറ്റിങ്ങിൻ്റെ മെയിനായിട്ട് എനിക്കിവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ ഒരുപാട് ശരിക്കും അവരെ ബാക്ക് സ്റ്റാബ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് അവർക്ക്, വിഷമങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അഗെയിൻ സെയിം തിങ്. ഇപ്പം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നല്ലോണം. ഓക്കെ, എടുത്ത ഒരു തീരുമാനം തെറ്റായി പോയി എന്ന്. ഓക്കെ, അവരൊരു തീരുമാനം എടുത്ത് പോയതാണ്, നിങ്ങളെ വിട്ട് പോയതാണ്. പക്ഷെ ഇപ്പം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അവർ വേറെ ഓപ്ഷൻസ് അവരുടെ ലൈഫിലുണ്ടായിരുന്നു. തേർഡ് പാർട്ടി എനർജി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ശരി, അവർ വേറെ എന്തെങ്കിലും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് ലൈക്ക് അതിനെ ചൂസ് ചെയ്ത് അവർ പോയി, വേറെ ഓപ്ഷൻസിനെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് ഇവിടെ ഇപ്പം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ചോയ്സ്. അവരൊരു ഡിസിഷൻ എടുത്ത് പോയതാണ്. ഓക്കെ, ഇപ്പം അവരത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളുമായിട്ട് എൻഡിങ് ആയിട്ട് പോയതാണ്. ബട്ട് ഓക്കെ, ഇപ്പോൾ വെയിറ്റിംഗ് കാണുന്നുണ്ട്. 5 Pentacles, യെസ്. ചിലവർക്ക് മണി ലോസ് വന്നിട്ടുണ്ട്. 4 of Swords, വെരി ഗുഡ്. King of Swords, യെസ്. അവർ ആൻഡ് 7 of Pentacles. ഓ മൈ ഗോഡ്. ഓക്കെ, അവർക്ക് ആ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഇല്ല എന്ന് പറയാം. അത് മാത്രമല്ല ഫൈനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട് ചിലവർക്കൊക്കെ. ഓക്കെ, ചിലവർക്ക് ഫൈനാൻഷ്യലി ഇഷ്യൂസ് നടക്കുന്നുണ്ട്, ഒരുപാട് ലോസ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് കിങ് ഓഫ് സോർട്സ് എനർജി, ക്വീൻ ഓഫ് സോർട്സ് എനർജിൻ്റെ. സോ തീർച്ചയായിട്ടും അവർ റിലേഷൻഷിപ്പിൽ വലുതും ആണെങ്കിൽ അവിടെ അവർക്ക് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങൾ ആ രീതിക്കുണ്ട്. ഓക്കെ, ആൻഡ് വേറെന്തോ പറയാൻ വന്നു ഞാൻ. യെസ്, വേറെയും ലൈക്ക് എന്തായാലും ഇവിടെ ഒരു ഗ്രോത്ത് എനിക്ക് കാണുന്നില്ല അവരുടെ സിറ്റുവേഷനിൽ. ഓക്കെ, അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും അവർ ഇൻവെസ്റ്റ് ചെയ്ത മണി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഓക്കെ, അവരൊരു ചിലത് നഷ്ടപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് അവരുടെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ജോബ് വലുതും പോയിട്ടുണ്ടാവും, ചിലവർക്ക് ബിസിനസ്സിൽ ലോസ് ഉണ്ടാവാം. ഓക്കെ, ചിലവർക്ക് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് കാരണം എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കാരണമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവർ തമ്മിൽ അവരുടെ ഫാമിലിയിൽ വഴക്കും പ്രശ്നങ്ങളും വരുന്നത്. ഓക്കെ, ഫാമിലിയിൽ നമ്മൾ പണം ഇല്ലാതെ ആകുമ്പോൾ അതിൻ്റെതായ ചില കാര്യങ്ങൾ ആ ലേഡി, ഇപ്പോൾ നമ്മൾ ലേഡി എന്ന് പറയുന്നില്ല, ക്വീൻ ഓഫ് സോർട്സ് എനർജി എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു ക്വീൻ ഓഫ് സോർട്സ് ആയാലും കിങ് ഓഫ് സോർട്സ് ആയാലും അവിടെ കോൺഫ്ലിക്ട്സ് ആണ് കാണുന്നത്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ തമ്മിൽ ക്ലാഷ് ആണ് കാണുന്നത്. ഓക്കെ, അത് വീട്ടിലാരായാലും ശരി, ഫാമിലിയിലായാലും ജോലി സ്ഥലത്തായാലും ഞാൻ പറഞ്ഞ പോലെ അവിടേക്ക് അവർക്ക് ക്ലാഷസ് ആണ് കാണുന്നത്. ആൻഡ് ഇവിടെ
ഫോർ ഓഫ് സോഡ്സ്. ഫോർ ഓഫ് സോഡ്സ് പറയുമ്പോൾ അവർ ശരിക്കും ഒരു ഗിവിങ് അപ്പ് എനർജിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അവിടെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർ അത്രയും ഒരു ടയർഡായി എന്ന് പറയാ പോലെയാണ്. അവരവിടെ ശരിക്കും ഇപ്പോൾ ഒന്നും എന്താ പറയുക, അനങ്ങാൻ പറ്റാത്ത പോലെയും, അല്ലെങ്കിൽ അവർ റിഗ്രറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, റിഗ്രറ്റ് ചെയ്ത് ഒരു ഗിവ് അപ്പ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ആ സിറ്റുവേഷൻ അവർക്ക് ബെറ്റർ ആവില്ല എന്നൊരു ഫീലിംഗ്. ഓക്കെ, അവരവിടെ ഒന്ന് ഗിവ് അപ്പ് ചെയ്തിരിക്കുന്ന പോലെയാണ്. കാരണം അവർ പലതരത്തിൽ പല ഭാഗത്തു നിന്ന് പല സിറ്റുവേഷൻസ്, ഒന്ന് മണിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പൈസ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും. ചിലവർക്ക് റെസ്പെക്ട് അങ്ങനത്തെ കാര്യങ്ങൾ പോയിട്ടുണ്ടാവാം. ഓക്കെ, ചിലവർക്ക് പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺഫ്ലിക്റ്റ്, അതായത് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കലായിരിക്കാം, എന്തെങ്കിലും അങ്ങനത്തെ പല കാര്യങ്ങളുമാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഇപ്പോൾ അവർ ശരിക്കും ആലോചിക്കുന്നുണ്ട്, അവരെടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവരെടുത്ത ഒരു ഡിസിഷൻ, നിങ്ങൾ എത്ര വളരെ കെയറിങ് ആയിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര കെയറിങ് പേഴ്സൺ ആയിരുന്നു. ഈ പേഴ്സൺ ആണെങ്കിൽ വളരെയധികം, സോറി, ഇത് രണ്ടും ലേഡീസ് ആണ് പിക്ചർ, നിങ്ങൾ ജെൻസ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുക്കുക. ഓക്കെ, ദറ്റ് അവർക്ക് ഇപ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ദറ്റ് നിങ്ങളുടെ ഇത്രയും കെയറും കൺസേണും എല്ലാം വിട്ട് അവർ വേറൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, വേറൊരു വ്യക്തിയെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ശരിക്കും അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ എന്തൊക്കെയോ ഇഷ്യൂസ് നല്ലോണം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈക്ക് ഫാമിലിയിൽ അവർക്ക് ആ റെസ്പെക്റ്റ് കിട്ടുന്നില്ല. ഓക്കെ, ചില അങ്ങനെയാണല്ലോ, പൈസയൊക്കെ ഇല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുമ്പോൾ കുറേ ഇഷ്യൂസൊക്കെ വരും അല്ലേ. സോ കർമ്മ നമുക്ക് ഇത് തന്നെയാണ്. ഒന്ന്, അവർ ഒറ്റപ്പെട്ടു പോയി എന്ന് എനിക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ സൈലൻ്റ് ആയി പോയിട്ടുണ്ടാവും, അവർ ഒറ്റപ്പെട്ട പോലെ അവർക്ക് തോന്നുന്നുണ്ടാവും. ആരും ഇല്ല എൻ്റെ കൂടെ എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും, സപ്പോർട്ടില്ല എന്ന രീതിക്ക്. കാരണം കൂടെയുള്ള ആൾ സപ്പോർട്ടല്ല കാണുന്നത്. ഓക്കെ, അവർ ഇങ്ങനെ ആകെ ഒരു കൺട്രോളിങ് നേച്ചറിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ തർക്കിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണുന്നത്, കൺട്രോളിങ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. സോ അതിൻ്റെതായ അവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറയാം. ചിലവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരതിൽ നിൽക്കുന്നത് സിറ്റുവേഷനിൽ. ഓക്കെ, പക്ഷെ അവിടെ അവർക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അവർക്ക് നിങ്ങളെ വിട്ടുപോയതിൻ്റെ റിഗ്രറ്റാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, എന്തായാലും കർമ്മ തിരിച്ച് കിട്ടാതിരിക്കില്ല അല്ലേ. ഓക്കെ, അവർ ചില ലെസൺ അവിടുന്ന് പഠിക്കാനുണ്ട്. അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുക ആരാണ് അവരെ കൂടെയുള്ള ശരിക്കും സ്നേഹിച്ച് ആത്മാർത്ഥമായ സ്നേഹം എന്താണ് എന്നൊക്കെ അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുക. നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്നൊരു ഒറാക്കിൾ മെസ്സേജ് നോക്കാം നിങ്ങൾക്ക്. Romance, honesty is essential. The only thing that is real is love. Love is all around you and demonstrate love. Okay. അപ്രീഷിയേറ്റ് ദിസ് മൊമെന്റ് എന്ന് പറയുന്നത് എവറി സിറ്റുവേഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ആൻഡ് ഫൈൻഡ് ലവ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഓരോ സിറ്റുവേഷനും നമുക്ക് വളരാനും പഠിക്കാനും നമുക്ക് സ്നേഹം കണ്ടെത്താനുള്ള അവസരങ്ങളാണ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം എൻഡായി എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. നിങ്ങളുടെ ലൈഫിൽ വേറെ വ്യക്തിയും വരാം. ഓക്കെ, പുതിയ പേഴ്സൺ വരാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിങ്ങൾക്ക് അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ റൊമാൻസ്, ലാവിഷ് ദ വൺ യു ലവ് വിത്ത് പേഴ്സണൽ അറ്റൻഷൻ ആൻഡ് അഫെക്ഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ തന്നെ തിരിച്ച് വേണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ന്യായമായ സിറ്റുവേഷൻസ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ന്യായമായി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവർ പറയും, ഇവിടെ മെസ്സേജ് ഉള്ളത്, നിങ്ങൾ അവർക്ക് കെയർ കൊടുക്കുക. ഓക്കെ, അവർക്ക് അഫെക്ഷൻ കൊടുക്കുക. ആൻഡ് ഇത് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ചിലപ്പോൾ പിടിക്കാൻ സാധിക്കും എന്ന രീതിയിലാണ്. ആൻഡ് ഓണസ്റ്റി ഈസ് എസെൻഷ്യൽ. സ്പീക്ക് വിത്ത് ലവ് ആൻഡ് ട്രൂത്ത്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഓണസ്റ്റി വേണം. ഓക്കെ, പരസ്പരം നല്ലോണം ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊന്നും മറയ്ക്കാതെ സംസാരിക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ശരിക്കും സ്നേഹിക്കുക നമ്മൾ പറയാറുണ്ട്. സ്നേഹം എന്ന വാക്കല്ല, ഐ മീൻ സ്നേഹം എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ ട്രസ്റ്റ് ആണ് മെയിൻ കാര്യം അവിടുത്തെ, അല്ലേ. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് ആ പേഴ്സൺ അവിടുന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇനിയൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ഓണസ്റ്റി വേണം എന്ന് പറയുന്നുണ്ട്. ദ ഓൺലി തിങ് ദാറ്റ് ഇസ് റിയൽ ഇസ് ലവ്. ഷിഫ്റ്റ് യുവർ ഫോക്കസ് ബാക്ക് ടു ലവ്. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണിനോട് ദേഷ്യമൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, കർമ്മ എനിവേ അത് യൂണിവേഴ്സ് നോക്കിക്കോളും. അവർക്ക് കിട്ടേണ്ടതൊക്കെ നിങ്ങൾ ആ പേഴ്സണിനെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അവരോട് ഒരു ദേഷ്യം മനസ്സിൽ വെക്കണ്ട. ഓക്കെ, സ്നേഹം മാത്രം മനസ്സിൽ കീപ്പ് ചെയ്യുക. ഇത് തിരിച്ച് വരാനുള്ളതാണെങ്കിൽ വരട്ടെ. നിങ്ങൾ അങ്ങോട്ട് പോകുമൊന്നും വേണ്ട, ചേസ് ചെയ്യേണ്ട. ബട്ട് ഇങ്ങോട്ട് അവർ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഹാൻഡിൽ ചെയ്യാം. ലവ് ഇസ് ഓൾ അറൗണ്ട് യു. ദർ ഇസ് ലവ് എവ്രിവെയർ ഓൾ ദ ടൈം. സിംപ്ലി അക്നോളേജ് ദിസ് ആസ് എ ട്രൂ. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റും സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു വ്യക്തിയിൽ നിന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് വേറെ വഴിക്ക് കിട്ടും.
ഓക്കെ, ആ വ്യക്തി നിങ്ങളെ വിട്ട് വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയി, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ സിറ്റുവേഷൻ, ഓക്കെ, അവർ നിങ്ങളെ വിട്ട് വേദനിപ്പിച്ച് പോയെങ്കിൽ നിങ്ങൾക്ക് വേറെയും സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും, കെയർ തരുന്ന ആൾക്കാർ ചുറ്റും ഉണ്ടാവും. ഒന്നും വേണ്ട, നമുക്ക് സെൽഫ് ലവ്. ഓക്കെ, അവനവനെ നിങ്ങൾ സ്നേഹിക്കാം. ഓക്കെ, ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ലവ് എന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദോസ് യു ലവ് ആൻഡ് ആക്ട് ഓൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെ കമൻസ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോപ്പ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ വീണ്ടും റീബിൽഡ്, ആക്ച്വലി അവർക്കും തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട്. സോ അവർ തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങൾ അവരോട് സ്നേഹത്തോടെ പെരുമാറാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർക്ക് ചില ലെസൺസ് കിട്ടിയിട്ടായിരിക്കും വരുന്നത് എന്തായാലും. ഓക്കെ, ആക്ച്വലി ഞാൻ ഫ്യൂച്ചർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ അധികം നോക്കിയില്ല. സാറില്ല, പോട്ടെ. എന്തായാലും ഇവിടെ ഈ കാർഡ്സ് പറയുന്നത് ഇവിടെ എവിടെയോ നിങ്ങൾക്കൊരു ചാൻസ് ഉള്ള തരത്തിലാണ്. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണിന് സ്നേഹം കൊടുക്കൂ, അല്ലെങ്കിൽ അവരെ ഫോർഗിവ് ചെയ്യൂ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ പക്ഷേ നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിയിട്ട് വേണം ഡീൽ ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.